ഒരു കപ്പ് ടൊമാറ്റോ ദാലെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഈ ഗീയുടെ പകുതി ഇട്ടിട്ട് കറി വെക്കാൻ പോകുന്നു. നല്ല ക്ലീൻ ചെയ്തിട്ട് മുറിച്ചെടുക്കാം. ഈയുടെ അരി മൂത്തതാണെങ്കിൽ അരി കളയണം. തൊലിയെ പോലെ വെറും പൊട്ടാണെങ്കിൽ തുലി എടുക്കുന്ന കുഴപ്പമില്ല, പക്ഷേ ഇത്തിരി ചെറുന്നത് നല്ലതാണ്. അരി മെയിനായിട്ട് നോക്കണം, അരി മൂത്തിപ്പോയാൽ അത് കുഴപ്പമില്ല. നല്ല പൊട്ടരിയാണ് ഇത് കണ്ടത്. ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന അരിയാണ്. ഇത് എളുപ്പം വരുന്ന പച്ചക്കറിയാണ്. ഇച്ചിരി വലുതായിട്ടിരുന്നാൽ കുഴപ്പമില്ല. ദാലോട്ട് അടുപ്പിൽ വയ്ക്കാം. ഈ 3.5 കപ്പ് വെള്ളത്തിൽ ടൊമാറ്റോ അളന്ന അതേ കപ്പിൽ 3.5 കപ്പ് വെള്ളം ചേർത്ത് ഗീയും ടൊമാറ്റോയും കൂടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അര ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉലുവ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം മല്ലിയുടെ തണ്ട് അരിഞ്ഞിടുകയാണ്, ഓപ്ഷണലാണ്. ഒരു പച്ചമുളക്, ഒരു തക്കാളിക്ക കട്ട് ചെയ്തത്, തൊലിയോട് കൂടി ചതച്ച 3 വെളുത്തുള്ളി അല്ലി ചേർത്തിട്ടുണ്ട്. ഏകദേശം വേണ്ട മസാലകളെല്ലാം നമ്മൾ ചേർക്കും. അര ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. എൻ്റെ കുക്കറിൻ്റെ വിസിലനുസരിച്ച് ഞാനൊരു 4-5 വിസിൽ കൊടുക്കുന്നതിന്. എളുപ്പം വിസിലടിച്ച് കളയാത്ത കുക്കറാണെങ്കിൽ 3 വിസിൽ കൊണ്ട് മതിയാവും. നല്ല കഷ്ണം വെന്ത് കിട്ടും.
കമരയും ഗീയും കൂടെ വേകുമ്പോഴത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ പുളി വേണമെങ്കിൽ പുളിയാക്കാം, ഞാൻ കുറച്ച് ചേർക്കാറുണ്ട്. ഇത്തിരി മല്ലിയുടെ തണ്ടെടുത്തിട്ടുണ്ട്, ഓപ്ഷണലാണ്. 2 കൊച്ചുള്ളിയും അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ള മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഇത് മാത്രം അരച്ച് ചേർത്ത് ഇത്തിരി കടുക് വറുക്കും, അത്രയും. ഗീയും പരിപ്പും കൂടെ വെന്തിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് അതിൻ്റെ കടുക് വറുത്തെടുക്കാം. കുക്കർ തളച്ചുമ്പോഴത്തേക്ക് മസാലയിലേക്ക് കടുക് വറുക്കാം. അര സ്പൂൺ നെയ്യ് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അര സ്പൂൺ കൂടെ നെയ്യ് ചേർക്കുന്നുണ്ട് ഇതിനകത്ത്. തേജ്പട്ട, ബേ ലീഫ് ഒരെണ്ണം ചേർക്കാം. നമ്മുടെ വൈനയിലാന്ന് തോന്നുന്നു. വൈനയില പോലുള്ള സംഗതിയാണ് ഗരം മസാലയ്ക്കകത്തിരുന്നു. ഒരു ചെറിയ ഏലക്ക ചതച്ചത്, ഒരു വലിയ ഏലക്ക ചതച്ചത്. സ്പൈസ് ഗരം മസാലയുടെ ഇത്ര ഏറ്റവും ഇതിനകത്ത് ചേർക്കുന്നു. 2 കൊച്ചു വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. ഓൾറെഡി വെളുത്തുള്ളി നമ്മൾ ചേർത്തിട്ടുണ്ട്. എന്നാൽ ചൂടായി തരുന്നേ ഉള്ളൂ. ഉടനെ ഇട്ടത് ഒരു 2-3 ചുവന്ന മുളക് മുറിച്ചത്. പിള്ളേരൊക്കെ ഉണ്ട്, എരി കുറയ്ക്കണേ. ഇത്തിരി മല്ലിയുടെ തണ്ട് മുറിച്ചത്. ഒരു കൊച്ചു ഉള്ളി, 1-2 കൊച്ചുള്ളി ഇല്ലേ. ഉലുവ ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് തന്നെ ഉലുവ അല്ലെങ്കിൽ ആദ്യം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ശകലം ജീരകം ചേർക്കുന്നുണ്ട്. കറിവേപ്പില, നല്ലൊരു മണമൊക്കെയായിരുന്നു.
ചേർക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണോളം. ദാൽ ഇതുപോലെ കിടക്കണം, വെന്തുടഞ്ഞു പോകരുത്. ദാൽ കാണണം. പരിപ്പ് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ ഈ ഇല എടുത്ത് നമുക്ക് മാറ്റാം. ഇത്തിരി നേരം തിളച്ച് വേവട്ടെ. എന്നിട്ട് ഒന്നുകൂടെ കുറുകയും ചെയ്യും. ആ ഇലയുടെ ഗുണം അതിലിറങ്ങും. ഇവിടെ തണുപ്പായതുകൊണ്ട് തേങ്ങയൊക്കെ വലിയ പാടാണ്, അരച്ചെടുക്കാനും പാടാം. തിളച്ചൊന്ന് വേവട്ടെ. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു. ഇപ്പം ഇങ്ങനെ വെള്ളം ഇരിക്കുന്നില്ല, ഒന്ന് തണുക്കുന്നോണ്ട് ഇത് വെള്ളം കുറേ ഒന്ന് പറ്റിയതങ്ങ് കുറുകും പരിപ്പായതുകൊണ്ട്. പക്ഷേ ഇത് ഉടച്ച് കളയില്ല. ഉടച്ചാൽ ഒരു രസമില്ല. ഇതിങ്ങനെ കാണണം പരിപ്പില്ല. നമുക്ക് ആ ഇല അങ്ങ് മാറ്റാം. ഇത് റെഡിയാക്കുമ്പോൾ ചോറിനും റൊട്ടിക്കും എല്ലാം നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് വെച്ച് നോക്കാം. ഗിയ ദാൽ കറി, സ്പ്രിംഗ് ഒനിയൻ ഇത്തിരി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള നല്ല കറിയാണ്. റൊട്ടിക്കും ചോറിനും എല്ലാം എല്ലാവരും ഒന്ന് വെച്ച് നോക്കുന്നത്. കുറച്ച് വാഴപ്പയറുണ്ട്, അതിൻ്റെ കൂടെ 2-3 കൊച്ച് വഴുതനങ്ങ. ഇതെല്ലാം ഒരു മിക്സ് മെഴുക്കുവരട്ടിയാക്കാൻ പോവാണ്. വഴുതനങ്ങയും 2-3 ബീൻസൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇച്ചിരി സ്പ്രിംഗ് ഒനിയനും ചേർത്തിട്ട് മെഴുക്കുവരട്ടിക്കുള്ള മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഒരു നല്ല 1.5 കപ്പോളം പയർ, 3-4 ബീൻസ് അരിഞ്ഞത്, 4 ചെറിയ വഴുതനങ്ങ, ചെറുവഴുതനങ്ങ, ഇത്തിരി തേങ്ങാക്കൊത്ത്, ഒരു 2 ടേബിൾ സ്പൂണോളം, ഒരു 5-6 ഉള്ളി, മീഡിയം ചെറിയ ഉള്ളി കീറിയിട്ടുണ്ട്. സ്പ്രിംഗ് ഒനിയൻ 2 സ്പ്രിംഗ് ഒനിയൻ അതും കീറിയിട്ടുണ്ട്. അതിൻ്റെ തണ്ട് തന്നെയാണിത്. 2-3 പച്ചമുളക് കീറിയതുണ്ട്. ശകല കരിവേപ്പില, മസാലയിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത്രയും ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ ഒരു ശകലം ചില്ലി ഫ്ലേക്സ് നമ്മൾ ചേർക്കും ലാസ്റ്റ്. നമുക്ക് ഇത് വേറെ വേവിക്കുന്നൊന്നുമില്ല. ഇതിരി എണ്ണ ഒഴിച്ച് നേരിട്ട് എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം വേവിച്ചെടുക്കുന്നത്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ, വലിയ സ്പൂണിന് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1-1.25 സ്പൂൺ ഒഴിക്കാം. എണ്ണ കുറച്ച് വേണ്ടവർ ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വാട്ടിയെടുത്തിട്ട് എണ്ണയിലിട്ടാൽ മതി.
അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും നമ്മളിടുവാണ്. ഒരു ശകലം ഇഞ്ചി ഇടുന്നുണ്ട്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ലാഭിക്കാൻ സെക്കൻഡായിട്ടാണ് ചോട്ട് വെച്ച് ഇതിലോട്ട് നമ്മൾ ഈ ഐറ്റങ്ങളെല്ലാം ഇടുക. വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞപ്പൊടിയും വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. വേറെ നമ്മൾ അടച്ച് വെച്ചിട്ട് നല്ല തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു മിനിറ്റ് കൂടെ നമ്മൾ തീ വെച്ച് അടിഞ്ഞ് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ തീ കുറച്ച് വെച്ച് നമുക്ക് ഇച്ചിരി കൂടെ ഇങ്ങനെ ഇതേ തീയിൽ ഫുൾ ഫ്ലെയിമിലിരിക്കുകയാണ്. ചെറിയ തീയിൽ ഒരു 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, അര-മുക്കാൽ ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. എരി കുറച്ച് മതിയെങ്കിൽ അതിന് വലിയ എരി ഉള്ളതല്ല, വളരെ എരി കുറവായിരിക്കും. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്താൽ അധികം എരിവില്ലാതെ എടുക്കാൻ പറ്റും. കാശ്മീരി മുളക് ലൈറ്റായിട്ട് എണ്ണ അല്പം ചേർത്ത് കഴിഞ്ഞ് റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചില ഫ്ലേക്സ് ഉണ്ടാക്കി വെക്കാം. ലൈറ്റായിട്ട് പൊടിച്ച് വെച്ചിരുന്നാൽ മതി. ജലാംശം ഒട്ടുമില്ലാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെള്ളം തൊട്ടിട്ടില്ല ഇതിനകത്ത്. ഉള്ള വെള്ളം വേദിക്കുമ്പോൾ പറ്റി വെച്ച് നല്ല കയ്പ്പൊക്കെ ആയിട്ട്
പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാം. ചോറൊക്കെ വിളമ്പി എടുക്കുമ്പോഴത്തേക്ക് നമുക്കിത് റെഡിയാക്കി.